ടീമിൻ്റെ ഉടമയായി, ലിസ്റ്റൻ സ്റ്റീഫൻ തൃശ്ശൂർ മാജിക് എഫ്സിയുടെ ഉടമയായിട്ടുണ്ട്, ആസിഫ് കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഉടമയായി, അതുപോലെ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ടീമിൻ്റെ ഉടമയായിട്ട് പ്രിയദർശൻ സോഹൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ സിനിമാ രംഗത്തുള്ളവർ ക്രിക്കറ്റിലും ഫുട്ബോളിലും പൊതുവായി നല്ല രീതിയിൽ തന്നെ നിക്ഷേപം നടത്തുന്നു. എല്ലാവരും വളരെ ഇൻട്രസ്റ്റോടെ കണ്ടുവരുന്നു. കേരള കായിക രംഗത്ത് ഫുട്ബോൾ മാത്രമല്ല ജനറലായിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക രംഗത്തേക്ക് ഇങ്ങനെ സിനിമയുടെ നിക്ഷേപം വരുന്നതിന് എത്രത്തോളം ഗുണകരമാണ്, എങ്ങനെയാണ് രാജുവിനെ വിലയിരുത്തുന്നത്? നിക്ഷേപം സിനിമയുടെ മാത്രമല്ല, അത് ഞങ്ങൾ സിനിമ നടന്മാരും അല്ലെങ്കിൽ സിനിമയിലുള്ള വ്യക്തികളുമായതുകൊണ്ട് കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതെന്ന് മാത്രം. എന്നോടൊപ്പം ടെസ്റ്റ് ക്ഷണികൊണ്ട് ഇല്ലാത്ത ഒരു പാർട്ണറുണ്ട്. അപ്പോൾ സിനിമാക്കാർക്കിടയിലും ഇതിൽ നിക്ഷേപം ഉണ്ട് എന്ന് കരുതുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സിനിമയിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പേർ, സിനിമയിൽ ഓണ്ടർപ്രണേഴ്സ് ഒരുപാട് പേരുണ്ട്. സിനിമാ രംഗത്ത് മലയാള സിനിമയിൽ മാത്രമല്ല, സിനിമയിൽ ഇൻ ജനറൽ ഓണ്ടർപ്രണേഴ്സ് കൂടുതലുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിൽ ഒരു സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടത്തുന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന രണ്ട് മേഖലകളാണ്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ടെലിവിഷൻ്റെയും ഈ സ്മാർട്ട് ടി വികളുടെയും ഒക്കെ കാലത്ത്. സോ ഈ രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ ഒരു കോalition ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഗുണകരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ലൈവായി സിനിമാ ഫംഗ്ഷനുകൾ നടക്കുക, ട്രെയിലർ ലോഞ്ചുകൾ നടക്കുക, അതൊക്കെ ഇനി കാണാനിടയാകും.